നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. എക്സസൈസ് 34.2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഫാക്ടർ കംപ്ലീറ്റ്ലി. ഇവിടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 9x² പ്ലസ് 24xy പ്ലസ് 16y² ആണ്. ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഏത് ഫോമിലാണുള്ളത്? a² പ്ലസ് 2ab പ്ലസ് b² എന്ന ഫോമിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉള്ളത്, ഈ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉള്ളത്. അത് ഏതിന് ഈക്വൽ ആണ്? ഇതിന്റെ ഫാക്ടർ എങ്ങനെ എഴുതാം? a പ്ലസ് b ഹോൾ സ്ക്വയർ. ഈ ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ് ഫോമിലാണ് ഈ ഒരു ക്വസ്റ്റ്യനും ഉള്ളത്. അതിന്റെ ഫാക്ടർ ആയിട്ട് നമ്മൾക്ക് കിട്ടേണ്ടത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലേക്കാണ് ഇതിന്റെ ഫാക്ടേഴ്സ് കിട്ടേണ്ടത്. സോ എങ്ങനെ ഇതിനെ മാറ്റി എഴുതാമെന്ന് നോക്കാം. ഇവിടെ 9x² എന്നുള്ളത് a² എന്നുള്ള ടേമും സെയിം അതേ ഫോമിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അതായത് എയും ബിയുമാണ് ഇവിടെ ഫാക്ടർ ആയിട്ട് വരുന്നത്. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എയും ബിയും ആണ് ഇവിടെ വേണ്ടത്. അതേ രീതിയിൽ തന്നെ ഇവിടെ 9x² എന്നുള്ളതിന്റെ സ്ക്വയർ റൂട്ട്, അതായത് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? 3 × 3 ആണ് 9 വരുന്നത്. ദാറ്റ് ഈസ് 3x. x ആണ് x². സോ ഈ 9x² എന്നുള്ളത് എങ്ങനെ ചേഞ്ച് ചെയ്യാം? 3x × 3x, ദാറ്റ് ഈസ് 3x². 3x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് 9ന്റെ സ്ക്വയർ റൂട്ട് ആണ് 3 ആയിട്ട് വരുന്നത്. അതുപോലെ x² എന്നുള്ളത് x, that is 3x ഹോൾ സ്ക്വയർ. Then 16y². 16y² ഇതുപോലെ ചേഞ്ച് ചെയ്യാം. അതായത് 4 × 4 ആണ് 16 വരുന്നത്. ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ് 4 വരുന്നത്. ദാറ്റ് ഈസ് അതുപോലെ തന്നെ y² നമുക്ക് എഴുതാം y, 4y ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ഇവിടെ എയും ബിയും അതേ സെയിം ഇതന്നെ 3x-ഉം 4y-ഉം എന്ന് കിട്ടി. സോ നമ്മൾക്ക് എന്തെഴുതാം? ഈ ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷന് ഈ ഒരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് 9x². 9x² പകരം എന്തെഴുതാം? 3x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 3x ഹോൾ സ്ക്വയർ പ്ലസ് മിഡിൽ ടേമായ 2ab ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 × എക്ക് പകരം ഇവിടെ ഏതാണ് വന്നിട്ടുള്ളത്? 3x ആണ്. 3x × 3x × 4y. 4y പ്ലസ് b² എന്നുള്ളത് 4y ഹോൾ സ്ക്വയർ എന്ന് വരും. 4y ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇത് ഏതിന് ഈക്വൽ ആണ്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം. അതേ മാതൃകയിൽ ഇവിടെ എന്ത് വരും? 3x പ്ലസ് 4y ഹോൾ സ്ക്വയർ. അതായത് 3x² പ്ലസ് 3x × 4y പ്ലസ് 4y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3x പ്ലസ് 4y ഹോൾ സ്ക്വയർ. സോ ഇതാണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിനെ എഴുതാം? 3x പ്ലസ് 4y × 3x പ്ലസ് 4y. ഇതാണ് ഫസ്റ്റ് ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് 4x² പ്ലസ് 20xp പ്ലസ് 25p². ഇതും ഇതേ മാതൃകയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. a² പ്ലസ് 2ab പ്ലസ് b² ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇവിടെ 4x². 4x²ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ഏതിന്റെ സ്ക്വയർ ആയിരിക്കും? ഇത് 2 × 2 ആണ് 4 വരുന്നത്. ദാറ്റ് ഈസ് 2s ഹോൾ സ്ക്വയർ. Then 25p². 25p² എങ്ങനെ മാറ്റി എഴുതാം? 25 × 5 ആണ് 25 വരുന്നത്. അതുപോലെ t × t ആണ്
t square വരുന്നത്. That is 5t whole square. Therefore, we algebraic expression a square plus 2ab plus b square എന്ന ഫോമിലേക്ക് മാറ്റാം. That is 2a whole square. 2a whole square plus 2 into 2a into 5t. 5t plus 5t whole square equal to a plus b whole square ആണ് നമ്മൾക്ക് ആ മോഡലിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ 2s plus 5t whole square ആണ്. 2s plus 5t whole square. Equal to 2s plus 5t into 2s plus 5t. ഇതാണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അതായത് സ്ക്വയർ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ 2 സ്ക്വയർ മീൻസ് 2 into 2. അതേ മോഡൽ തന്നെയാണ് 2s plus 5t whole square is equal to 2s plus 5t into 2s plus 5t. ഇതാണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. Then question number 3. 49x square plus 28xy plus 4y square. ഇവിടെയും സെയിം ആൾജിബ്രൈക് ഐഡന്റിറ്റി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. a square plus 2ab plus b square is equal to a plus b whole square. ഇവിടെ a square 49x square ആണ് വരുന്നത്. 49x square ഏതിന്റെ 49x square ഏതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഏതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടാണ് വരുന്നത്? 49 7 into 7 that is 49. 7 into 7 ആണ് 49 വരുന്നത്. That is 7 square and x into x square. So 7x square. 7x square ആണ് 49x square വരുന്നത്. Then 4y square. 4y square is equal to 2 square and y square. That is 2y whole square. Therefore, 49x square plus 28xy plus 4y square is equal to 49 പകരം 7x whole square plus 28xy, that is 2ab എന്നുള്ള ഫോമിലാണ് വേണ്ടത്. 2 into ഇവിടെ a വരുന്നത് 7x ആണ്. 7x into 2y. 2y plus b square. b square ആയിട്ട് ഇവിടെ b square പകരം വരുന്നത് 2y square ആണ്. That is 2y whole square is equal to a plus b. a 7x ആണ്. അതുപോലെ തന്നെ b സെയിം ആയിട്ട് വരുന്നത് 2y ആണ്. 7x plus 2y whole square. ഇതാണ് ഇതിന്റെ ഫാക്ടർ ആയിട്ട് വരുന്നത് 7x plus 2y whole square. Then question number 4. 64p square plus question number 4. 64p square plus 32 divided by 3p cube plus 4 by 9 q square. Identity ID, same identity ഇതും യൂസ് ചെയ്യേണ്ടത്. a square plus 2ab plus b square is equal to a plus b whole square. Then 64p square. 64p square എന്നുള്ളത് ഏതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടാണ് വരുന്നത്? 64. 8 into 8 ആണ് 64 വരുന്നത്. So 8 and p square, that is p ആണ്. So 8p whole square ആണ് വരുന്നത്. Then അതുപോലെ തന്നെ 4 by 9. 4 by 9 ഇങ്ങനെ മാറ്റി എഴുതാം. 4 by 9 2 square. 4 by 9 2 square is
2 divided by 2 into 2, 4, and 3 into 3, 9. Then 2. 2 by 3, 2 whole square ആണ് 4 by 9 2 square ആയിട്ട് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതാം? 64p സ്ക്വയറിന് പകരം 8p whole square, 8p whole square പ്ലസ് ഇവിടെ s സ്ക്വയർ കിട്ടി. then എന്ത് വേണം? 2ab 2 into a ഈക്വൽ ആയിട്ട് വരുന്നത് 8p സ്ക്വയർ ആണ്. a into 8p into b ഈക്വൽ ആയിട്ട് വരുന്നത് 2 by 3 2 ആണ്. 2 by 3 2 plus b square, that is 2 by 3 2 whole square. 2 by 3 2 whole square is equal to a plus b whole square. ഇവിടെ ആയിട്ട് വരുന്ന ഈക്വൽ ആയിട്ട് വരുന്നത് 8p ആണ്. 8p plus 2 by 3 2 2 by 3 2 whole square. Factors ആയിട്ട് വരുന്നത് 8p plus 2 by 3 2 whole square. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 5ഉം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 6ലും ഒരു ഹിന്റ് തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതായത് 2 was taken out as a common factor in example 7. എക്സാമ്പിൾ 7 ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾ 7ല് ഇവിടെ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ നിന്നും 2 കോമൺ ഫാക്ടർ ആയിട്ട് അതിനെ പുറത്തെടുത്തിട്ടാണ് പിന്നെ അങ്ങോട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ അതേ മെത്തേഡ് തന്നെ അതേ രീതിയിൽ ഈസ് ഇറ്റ് പോസിബിൾ ടു ഡു സംതിങ് സിമിലർ ഇൻ എക്സസൈസ് 5 and 6 above. ഇവിടെ 5ാമത്തെ ക്വസ്റ്റ്യനും 6ാമത്തെ ക്വസ്റ്റ്യനും ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് ചെയ്യണം? എക്സാമ്പിൾ 7 ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ എക്സാമ്പിൾ 7 ആയിട്ട് തന്നിട്ടുള്ളത് 50p സ്ക്വയർ പ്ലസ് 60p³ പ്ലസ് 18q സ്ക്വയർ എന്നാണ് എക്സാമ്പിൾ 7ൽ തന്നിട്ടുള്ളത്. 15p സ്ക്വയർ പ്ലസ് 60p³ പ്ലസ് 18q സ്ക്വയർ. ഇതിന്റെ ഫാക്ടേഴ്സ് കാണാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾക്കറിയാം ഇവിടെ 2 എന്നുള്ളത് 3 ടേംസിലും കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ടേമിലും അതുപോലെ തന്നെ സെക്കൻഡ് ടേം എടുത്താലും ഇവിടെ 2 കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് 2 പുറത്തെടുക്കുകയാണെങ്കിൽ, അതായത് ബ്രാക്കറ്റിന് പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കി ഏത് വരുന്നുണ്ട്? 15ന്റെ അകത്തുനിന്ന് 2 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ബാക്കി എത്ര വരും? 25 ആയിരിക്കും. കാരണം 25 into 2 ആണ് 50 വരുന്നത്. ദാറ്റ് ഈസ് 25p സ്ക്വയർ പ്ലസ് ദെൻ അതേ രീതിയിൽ തന്നെ 16 എത്ര ടൈംസ് 2 ഉണ്ടാവും? 30 ടൈംസ്. ദാറ്റ് ഈസ് 30 into 2 ആണ് 60 വരുന്നത്. 30p³ പ്ലസ് 18 2 അതുപോലെ തന്നെ 9 into 2 ദാറ്റ് ഈസ് 18 9q സ്ക്വയർ. ഈ രീതിയിലാണ് വരുന്നത്. ദെൻ എന്ത് ചെയ്യാം? k പ്ലസ് നമ്മൾ പഠിച്ച ഐഡന്റിറ്റി k പ്ലസ് b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ആ ഒരു മെത്തേഡിലേക്ക് മെത്തേഡിലാണ് ദെൻ സോൾവ് ചെയ്യുന്നത്. അതായത് നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ആ ഒരു രീതിയിൽ തന്നെയാണ് ഫാക്ടേഴ്സ് കാണുന്നത്. ഇപ്പോൾ എന്ത് വരും? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 2 into 5p plus 3q whole square ആണ് വരുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ 5th ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 6th ക്വസ്റ്റ്യനും സോൾവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ 3a സ്ക്വയർ പ്ലസ് 4ab പ്ലസ് 4/3b സ്ക്വയർ. ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് 2 എക്സാമ്പിൾ 7ൽ എടുത്ത പോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു 2 ഇവിടെ അത് അല്ലെങ്കിൽ ഏതൊരു നമ്പറും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നിക്കൽ നമുക്ക് 3 എടുക്കാം, അല്ലെങ്കിൽ 1/3 എടുക്കാം. 1/3 ആണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ 1/3 നമുക്ക് എടുത്തു നോക്കാം. എന്തൊക്കെയാണ് അപ്പോഴത്തേക്ക് ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷനില് മാറ്റം വരുന്നതെന്ന് നോക്കാം. അതായത് 1/3 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം ഇവിടെ 3a സ്ക്വയർ ആണ്.
ഫസ്റ്റ് ടേം 3a² ആണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ നമുക്ക് 1/3 എടുക്കാൻ പറ്റും? 1/3 ആണ് കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. 1/3 ആണ് നമ്മൾ എടുക്കുന്ന കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ ഈസ് 1/3 ആണ്. സോ എങ്ങനെ 1/3 3a² എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്റർ 3 ആയിരിക്കണം. ഡിനോമിനേറ്റർ 3 വരാൻ ഇതിനെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1/3 കൊണ്ട്. ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ അങ്ങനെ ഡിനോമിനേറ്ററിനെ മാത്രം നമ്മൾക്ക് ഇതിന്റെ ഡിനോമിനേറ്റർ ഇവിടെ 1 ആയിരിക്കില്ലേ? 3a² ആയിരിക്കും. സോ അങ്ങനെ ഡിനോമിനേറ്ററിനെ മാത്രം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഒന്നുകിൽ ന്യൂമറേറ്ററിനെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരുപോലെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 3 എന്നുള്ള നമ്പർ ഡിനോമിനേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ന്യൂമറേറ്ററിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 3/3 എന്ന് എഴുതണം. സോ എങ്ങനെ വരും? ഇത് 3 × 3a² × 3 ആണ്. 3a² × 3 3 × 3 9a² ഡിവൈഡഡ് ബൈ 3 എന്നാവും. അതായത് ഫസ്റ്റ് ടേം 3a² എങ്ങനെ വരും? 9a² ബൈ 3 എന്ന് നമ്മൾ ചേഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ ഏതെടുക്കാൻ പറ്റുള്ളൂ? കോമൺ ഫാക്ടർ ആയ 1/3 നമ്മൾക്ക് വെളിയിലേക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. സോ നെക്സ്റ്റ് ടേം ആയ 4ab. 4abയിലും ഇതുപോലെ തന്നെയാണ് ചേഞ്ച് വരുന്നത്. 4ab നമ്മൾക്ക് മാറ്റി എഴുതാം. ഇതിലും 4ab ഇൻറ്റു എന്ത് ചെയ്യണം? 3 ഡിവൈഡഡ് ബൈ 3. 3നെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 3/3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇങ്ങനെ വരും 3 × 4 is 12ab divided by 3 × 1 that is 3. ഇപ്പോൾ 12ab ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. പക്ഷെ തേർഡ് ടേമിൽ ഓൾറെഡി ഇവിടെ 3 ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും ചേഞ്ച് വരുത്തണോ? വരുത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ 3 ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാം എന്തുകൊണ്ട് ഇതിലേക്ക് വരുന്നില്ല. കാരണം ഇവിടെ 3 × 3 ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെയിം നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ആ 3 ഡിവൈഡഡ് ബൈ 3 1 അല്ലേ? ഇതൊക്കെ ക്രോസ് ആയാലും 1 അല്ലേ വരുന്നത്. സോ 1നെ കൊണ്ട് ഏത് നമ്പറിനെയും 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പറിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ കോമൺ ഫാക്ടർ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചേഞ്ച് ഇവിടെ വരുത്തുന്നത്. അല്ലാതെ ഇതിന്റെ വാല്യൂസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. 3a² എന്നുള്ളത് 9a² ഡിവൈഡഡ് ബൈ 3 രണ്ടും സെയിം തന്നെയാണ്. സോ 3a² പ്ലസ് 3a² പകരം എന്ത് എഴുതാം? 9a² ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. പ്ലസ് 4ab പകരം 12ab ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4/3 b². ഓക്കെ. ദെൻ എന്ത് വരും? നെക്സ്റ്റ് സ്റ്റെപ്പ് 1/3 എന്ത് ചെയ്യണം? ഈ 1/3 നമ്മൾക്ക് കോമൺ ഫാക്ടർ 1/3 ആയ കോമൺ ഫാക്ടറിനെ പുറത്തെടുക്കുക. പിന്നെ ഇവിടെ എന്ത് വരും? ബാക്കി വരുന്നത് 9a² പ്ലസ് 12ab പ്ലസ് 4b². നെക്സ്റ്റ് ഇതിനെ എങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാം? അതായത് നമ്മൾക്കറിയാം ഇത് ഏത് ഐഡന്റിറ്റിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്? a² പ്ലസ് 2ab പ്ലസ് b² ഈസ് ഈക്വൽ ടു a പ്ലസ് b ഹോൾ സ്ക്വയർ. ഇവിടെ ലഭിക്കേണ്ടത് a പ്ലസ് b ഹോൾ സ്ക്വയർ. a പ്ലസ് b ഹോൾ സ്ക്വയർ എന്ന ഫാക്ടറാണ്. ആ രീതിയിലുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം? 1/3 ഇൻറ്റു 9a². 9a² എങ്ങനെ വരും? 9a² എന്നുള്ളത് ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് 3 × 3 ആണ് 9 വരുന്നത്. ദാറ്റ് ഈസ് 3a² എന്ന് എഴുതാം. അതുപോലെ തന്നെ 4b² 4b² എന്നുള്ളത് എങ്ങനെ എഴുതാം? 2b ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ a² പകരം എങ്ങനെ എഴുതാം? 3a
whole square plus 12ab. 12ab എങ്ങനെ വരും? 12ab എന്നുള്ളത് 2ab എന്നുള്ള ഫോമിലേക്കാണ് മാറ്റേണ്ടത്. ദാറ്റ് ഈസ് 2 into a. ഇവിടെ വരുന്നത് 3a ആണ്. a into 3a into b. b ഏതാണ് വരുന്നത്? 2b. 2b plus b square. b square is 2b square ആണ് ഇവിടെ വരുന്നത്. 2b whole square. That's equal to 1 by 3 into 1 by 3 into ഇതിനെ എങ്ങനെ ആക്കാം? a square plus 2ab plus b square എന്താണ്? a plus b whole square ആണ്. അതുപോലെ ഇതിനെ 3a square plus 2 into 3a into 2b plus 2b whole square നെ എങ്ങനെ മാറ്റി എഴുതാം? 3a plus 2b whole square എന്ന് എഴുതാം. ഇപ്പോഴെന്താണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്? 1 by 3 into 3a plus 2b whole square. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Then question number 6. 9 by 5sc square plus 6sb plus 5b square. ഇതും ഇവിടെ കോമൺ ഫാക്ടർ പുറത്തെടുത്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ കോമൺ ഫാക്ടർ ഇവിടെ ഏതാണ് വരുന്നത്? കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുന്നത് 1 by 5 ആണ് ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുന്നത്. സോ ഇങ്ങനെ ഇതിന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ 9 by 5s സ്ക്വയർ. ഫസ്റ്റ് ടേമിൽ 1 by 5 ഡിനോമിനേറ്ററിൽ 5 ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിനൊരു ചേഞ്ച് വരുന്നില്ല. ദെൻ 6sb എങ്ങനെ ചേഞ്ച് വരും? 6sbയില് ഡിനോമിനേറ്ററിൽ എന്ത് വേണം? 5 വേണം. അതായത് 6sb into 5. അപ്പൊ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം? 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 6 into 5 is 30 divided by 5. 30 divided by 5 into sb എന്ന് എഴുതാം. Then തേർഡ് ടേമില് 5b square ആണ് വരുന്നത്. 5b square എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. 5b square ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ന്യൂമറേറ്ററിനെയും. സോ 25b square divided by 5 എന്ന് ചേഞ്ച് ചെയ്യും. സോ ആൾജിബ്രായിക് ഇക്വേഷൻ എങ്ങനെ മാറ്റിയത്? ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ത് ചെയ്താണ് വരുന്നതെന്ന് നോക്കാം. That's equal to 9 divided by 5s square plus 6sb ക്ക് പകരം 30 divided by 5sb plus 5b square. അതായത് ഈക്വൽ ആണ് 25 divided by 5b square ഈക്വൽ ആണ്. ഈ ഒരു രീതിയിലേക്ക് മാറ്റാം. ഈക്വൽ ടു 1 by 5. 1 by 5 ആണ് കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കുന്നത്. സോ 1 by 5 എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 9s square plus 30sb plus 25b square equal to 1 by 5 9s square. 9s square എങ്ങനെയാണ്? a square plus ഐഡന്റിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന ഐഡന്റിറ്റി ഏതാണ്? a square plus 2ab plus b square is equal to a plus b whole square. ഇവിടെ a square 9s square എങ്ങനെ നമുക്ക് ചെയ്യുന്നില്ല ഫോമിലേക്ക് മാറ്റാം? That is 3 into 3 ആണ് 9 വരുന്നത്. സോ 3s whole square എന്ന് എഴുതാം plus 2ab 2 into ഇവിടെ 25 b ആയിട്ട് വരുന്നത് 25 b square വരുന്നത് 25 b ആണ്. 25 b square ആണ് b square ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ b ആക്കി എങ്ങനെ b യിലേക്ക് മാറ്റാം? 5 into 5 ആണ് 25 വരുന്നത്. സോ 5b whole square. സോ 2 into a ഇവിടെ വരുന്നത് 3s ആണ്. 2 into 3s ആൻഡ് b ക്ക് പകരം വരുന്നത് 5b plus 5b whole square equal to 1 by 5 into
ഇവിടെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലേക്ക് ഇതിനെ മാറ്റി എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ വരുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് എഴുതണം. സോ ഇവിടെ എ ആയിട്ട് വരുന്നത് 3s ആണ്. 3s പ്ലസ് ബി വരുന്നത് 5b. സോ 3s പ്ലസ് 5b ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഫാക്ടേഴ്സ്. 1/5 into 3s plus 5b whole square. So ഇതിലെ six questions solve ചെയ്തു. Then next second question ആയിട്ട് തന്നിട്ടുള്ളത് find the values of the following using the identities a minus b whole square is equal to a square minus 2ab plus b square. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് നിങ്ങൾ ഇതേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. 29 ഹോൾ സ്ക്വയർ. ഐഡന്റിറ്റി യൂസ് ചെയ്യേണ്ടത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ 79 എ മൈനസ് ബി ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിനെങ്ങനെ മാറ്റി എഴുതാം? 79 ഹോൾ സ്ക്വയറിനെ എങ്ങനെ മാറ്റി എഴുതാം? 80 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 80 മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോഴെങ്ങനെ വരും? 80 minus 1 whole square is equal to a square. ഇതിൽ a ആയിട്ട് വരുന്നത് 80 ആണ്. 80 whole square minus 2 into 80 into ഇവിടെ 1 ആണ് b യുടെ സ്ഥാനത്ത് വരുന്നത്. So 1 plus b square, that is 1 square. So 80 into 80, 80 into 80, 8 into 8 അറിയാം 64, 64, then 0, 0 square, 1 0 ആണ്. അതുകൊണ്ട് തന്നെ 1 0 സ്ക്വയർ ചെയ്യുമ്പോൾ 2 0 വരും ആൻസറിൽ. മൈനസ് 8 into 2, 8 into 2, 60, then 0, plus 1. Then 40,000 minus 2,800, which is 0 minus 0 and 0 minus 0 and 10 minus 8, 2, then 9, 9 minus 2 is 7, then 3, plus 49. That is 9, 4, 2, 7, 3. For answer, 37,249. Then next third question. Question number 3. 299 whole square. ഇതും സെയിം ഐഡന്റിറ്റി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. So 299 എങ്ങനെ മാറ്റി എഴുതാം? 300 മൈനസ് 1 എന്ന് എഴുതാം. 300 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 300 whole square minus 2 into 300 into 1 plus 1 square is equal to 300 into 300, 3 into 3, 3 into 3, 9 and 200 ആണ്. That is വീണ്ടും അതിന്റെ മാറും, ഇതിന്റെ ഡബിളായിട്ട് മാറും. സോ 40 വരും. Then minus 2 into 3 is 6 and 0 plus 1 is equal to 90,000 minus 600. 0, 0 and 4, 9, 8. Then plus 1. That is
89,401. So third question answer കിട്ടി. ഇതിൽ നിന്നും ഈ 2 exercise 4.2 2 questions ഇവിടെ സോൾവ് ചെയ്തു. ദെൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് എക്സസൈസുമായി അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവർക്കും താങ്ക് യു.